I'm in traffic. Dude, I'm in traffic. എടാ പുള്ളി ഞാൻ ട്രാഫിക്കിലാ. ഈശ്വര, ബ്യൂട്ടിഫുൾ ഗേൾ. எக்ஸ்கியூஸ் மீ, ஃப்ரெண்ட் கிட்ட பேசணும், கொஞ்சம் ஃபோன் தர முடியுமா? இட்ஸ் ஓகே, ஐம் மாணிக். ഹലോ മാത്യു, ഞാൻ ജീനിയ. ഹലോ ജീന, എടി ഞാൻ നിന്നെ കണ്ടിരുന്നു. നിൻ്റെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വട്ടിരാജ് നിൻ്റെ തൊട്ടടുത്ത് നിൽക്കണോണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാതാകെ. അതിനിടയ്ക്ക് നിൻ്റെ അച്ഛനാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കാ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നാശം പിടിക്കാനായിട്ട് ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടല്ല. എല്ലാം എൻ്റെ സമയം. നീ ധൈര്യമായിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ എൻ്റെ അച്ഛൻ കൊടുത്ത കംപ്ലൈൻറ്റ് അത് നീ കാര്യമാക്കണ്ട, ഞാൻ നിൻ്റെ ഒപ്പമല്ലേ. ജീന, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കേ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ശരി, ടെൻഷൻ അടിക്കണ്ട, വൈകിട്ടാകുമ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ, ശരി, ബൈ. ഫോണിങ്ങനെ മേടിച്ച് പിന്നെ പേര് അയ്യോമ്മേ. താങ്ക് യു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ മാണിക്. മലയാളിയല്ലേ? അതെ. പേരെന്താ? ജീന. ജീന യഹാ മറനാ യഹാ ജിസ്. ഇത് കണ്ണോ അതോ കാന്തമോ? ജീന, യു ആർ വെരി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ ജീന, ഗോ ഫോർ എ കോഫി ചാറ്റ്. എക്സ്ക്യൂസ് മീ. അല്ല, നമ്മൾ മലയാളികളാണല്ലോ, കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ച്. നാട്ടിലെവിടെ വീട്? തൃശ്ശൂരാണോ കൊല്ലത്തോ? സോറി, ഞാൻ എൻഗേജ്ഡാ. ഓ, ഇപ്പോൾ ബിസിയാണല്ലേ? അതല്ല, ഞാൻ കമ്മിറ്റഡാ, കല്യാണം ഉറപ്പിച്ചതാ. ശരി, ഞാൻ സോ വാട്ട്, ഒരു കോഫി ചാറ്റ് അല്ലേ?
എന്താ கொஞ்சம் தண்ணி നല്ലൊരു ജ്യൂസ് എടുക്കട്ടെ? ഐസ് ഒക്കെ എടുക്കാം. തണ്ണി എതുക്ക്? അല്ല വെള്ളം. ഫ്രഷ് പപ്പായ, മാമ്പഴം, മാതളം, പൈനാപ്പിൾ, സാത്തുക്കുടി, ആപ്പിൾ, ഓറഞ്ച്, കർബൂസ്, കിർണി. ഹോട്ട് ക്ലൈമറ്റിന് ഫ്രഷ് ജ്യൂസ് ഒന്നും പോടത്താ, നല്ല ഫ്രഷ് ആയിരിക്കും. അണ്ണാ അണ്ണാ എടുക്കട്ടാ? എന്ത് മനുഷ്യനാ ചേട്ടാ. ഇവിടെ എന്താണ് ചേട്ടാ? എല്ലാ ജ്യൂസും ഉണ്ട്. പപ്പായ, മാമ്പഴം, മാതളം. ഹലോ ഹലോ മാത്തലിയ, എവിടെയുണ്ട്? ഞാൻ ഇവിടെ മന്ദവയിലുണ്ട്. മന്ദവേലിയാ? ഞാനും മന്ദവേലുണ്ടല്ലോ. അളീന എവിടെയാണ്? ഇവിടെ ബസ് ഡിപ്പോയുടെ അടുത്തൊരു ജ്യൂസ് ഷോപ്പിന് അടുത്തുണ്ട്. ഊണ് കഴിക്കണ നേരത്താണോ അളിയാ ജ്യൂസ് കഴിക്കണേ? അളീനൊരു കാര്യം ചെയ്യും, നേരെ റോയൽ ഹോട്ടലിലോട്ട് വാ, നമുക്ക് ഊണ് കഴിച്ചോണ്ട് സംസാരിക്കാം. എന്തേ? ആ ഓക്കെ. തിന്നാൻ വേണ്ടി ജനിച്ചൊരു സാധനം വന്നുണ്ട്. യെസ് സർ. ഓക്കെ സർ. മാത്തലിയ, എന്താ കഴിക്കണേ? ഇല്ല, എനിക്കൊന്നും വേണമെന്നില്ല. ഒരു മട്ടൻ ബിരിയാണി കഴിച്ചാലോ? ആ 2 മട്ടൻ ബിരിയാണി, ഒരു ബിക്കൻ ചില്ല, ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ, 2 മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. കൊതി വരുമ്പളേ പലതും പറഞ്ഞത് തെറ്റിപ്പോവും. പോരെ? ആ മതി. ഓക്കെ സർ. അളിയ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോണതിന് അറിഞ്ഞില്ലേ? അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാനിങ്ങ് എത്തിയത്. അല്ല, അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സോ? അത് നല്ല ബിസിനസ് ആയിരുന്നു, പക്ഷേ നഷ്ടത്തിലായിപ്പോയി. നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ. അതിനുശേഷം അവന്മാർ ചൊറിച്ചിൽ വർത്തനം തുടങ്ങി. അവന്മാരുടെ വായടപ്പിക്കാൻ ഞാനൊരു കിടിലം ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് എനിക്ക് ഒരു 50,000 രൂപ അർജൻറ്റായിട്ട് വേണം. വൈകുന്നേരത്തിനുള്ളിൽ മതി. അളിയന് ഇവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ. കടായിട്ട് വേണ്ട, നമ്മുടെ ബാക്കി ശ്രീധനം തരാനില്ലേ? അത് തന്നാൽ മതി. ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് പച്ച പിടിച്ചാലല്ലേ അളിയ അളിയൻ്റെ പെങ്ങള് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ആവുമ്പോൾ അളിയൻ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കാം. എന്തേ? കഴുകി സർ ബിൽ. என்னையா உனக்குள்ள அவசரம்? சாப்பிட்டு முடிக்கிறதுக்கு முன்னாடி பில் கொடுக்குறியா? ஓ ஜூஸ் உண்டா? ஓ സർ உங்களுக்கு? ഇല്ല, വേണ്ട. പൈനാപ്പിൾ ജ്യൂസ്. ഓക്കെ സർ. സർ ജ്യൂസ്. ബിൽ ബിൽ. டீ குடிச்சிட்டீங்களாடா? குடிச்சேன் சார். அந்த பொண்ணை யாராவது பார்த்துருக்கீங்களா? இல்லை சார். நல்லா பார்த்து சொல்லுங்க. எவனாவது பித்தலாட்டம் பண்ணீங்க. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സാർ. ആഹാ, മലയാളിയാ? സാർ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തി. സാർ ഇവിടുത്തെ സൂപ്പർ ഹീറോ അല്ലേ സാറേ? ഞാൻ ഒരു കഥ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം, സെക്കൻഡ് ഇയറാ. ഈ ജൂനിയേഴ്സിന് റാഗ് ചെയ്യുന്നതിനിടയിൽ നല്ല ഭംഗിയുള്ളൊരു ശാലീന സുന്ദരി, ആർക്കോളെ കണ്ട പ്രേമം തോന്നിപ്പോവും. എനിക്ക് തോന്നി. അന്ന് ഞാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കുന്ന ഇവളായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ വളച്ചെടുത്തു. 3 കൊല്ലം ഞങ്ങൾ പ്രേമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായിൽ നിർത്തം കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അവൾ എൻ്റെ പ്രേമമൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ അരി വറുത്തുന്ന അവൾ അങ്ങോട്ടങ്ങ് പോയി. അവൾ അപ്പ വറുത്തതരി. നീ വീണ്ടും വറുക്ക ഒന്നു മോനെ, പഞ്ചമത്തിൽ കയറി ആട്ടല്ലേ சார். நீங்கள் வந்ததுக்கப்புறம் நாங்கள் இந்த மாதிரி தப்பே பண்ணுறல சார். அப்படிங்களா? நீங்கள் தான் சிட்டி ஹீரோ வச்சா சார். മലയാളത്തിൽ പറഞ്ഞത് இவங்களெல்லாம் சேர்த்து ஒரே சொல்லி போடுங்க. நல்லா யோசிக்கட்டும் சார். நீங்கள் தான் சார் அந்த செல்ல இருக்கீங்க. എങ്കയാവത് പോടയ്യാ சார் ஜானிக்குட்டி லைனில். ഓ, ഇത് ഇന്ന് അരി പറക്കും. മിസ്റ്റർ ജോണിക്കുട്ടി സാർ, നിങ്ങളുടെ കേസ് തന്നെയാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടുമ്പോൾ വിളിച്ച് അങ്ങോട്ട് അറിയിക്കാം സാർ. ഞാൻ
சம்பாதிக்கிறாங்களோ இல்லையோ எல்லாம் கார்டு மட்டும் சொல்லி வச்சுக்கிறானுங்க. எல்லாம் பார்த்துக்க முடியல சார். அவன்கிட்ட போயிட்டு சார் உங்கள் பர்ஸில் கார்டுக்குதா இல்லை கேஷுக்குதான்னு கேட்டு அடிக்கிறாங்க. அவன் இதை அடிச்சுட்டு எஸ்கேப் ஆகுதுக்குள்ளேயே கோலி தொண்டையை தொட்டு போது பெருசாக பேசுகிறான். உடனே சூடாடியா சும்மா கலாசுண்டாடி கவரிங்க. இது என்னது? சொல்ல மறந்துட்டேனே, எங்கள் அம்மா எப்போவுமே சொல்லும் நல்ல விஷயம் பண்ணுறதுக்கு முன்னாடி ஸ்வீட் சாப்பிட சொல்லிச்சா? கோயிலுக்கு போக சொல்லிச்சு. நான் அப்படியே கோயில் போயிருந்தேனா? கோயிலுக்கா? இல்லை கோயில் பக்கமாக வந்துட்டு இருந்தேனா, அங்கே பார்த்தா ஒரு லூஸு ரோட்டில் காசு எண்ணிருந்தான். நான் அவனை பார்த்துக்கினே போனேன்னா அந்த டைமில் பார்த்து அவனுக்கு ஒரு நாய் கால் பண்ணான். அவர் ஃபோன் எடுத்தார், நான் காசு எடுத்துன்னு வந்துட்டேன். அவன் என்னடனா வகதொகலாமல் துரத்தி அச்சுன்னு வந்தான். நல்ல வேலை அந்த நேரம் நீ வந்த. ஆமாம், நீ எப்படி அங்கே வந்த? அது நான்சியோட ஹஸ்பண்டு வேலைக்கு போயிட்டான்னு சொல்லிட்டு நான்சி கால் பண்ணிச்சா, அதான் அவளை பார்க்கலான்னு வந்தேன். திடீர்னு பார்த்தா நீ அவங்க கூட உண்ணுனுக்குற. சரி நீ ஒன்று தான் காசு மேட்டராக தான் இருக்குன்னு ஃபெர்னாண்டஸ்க்கு போன செங்கடாகிறேன்னு கேட்டேன். ஏறாள் நகரன்னு சொன்னான். சரி ஆட்டோ எடுத்துன்னு சொல்லி தட்டுன்னு எடுத்துன்னு எஸ் ஆகிட்டல 50 ரூபா இது. இது பார், இனிமேல் சில்லு அடிச்சுனதுக்கு எதனா ஒன்று லம்பாக பண்ணணும், பார்த்து சொல்லு. நானும் அதைத்தான் யோசிச்சுன்னுக்கிறேன். அதுக்கு ஒரு பிளான் வச்சுருக்கேன். എന്ത് എപ്പോ എവിടെ ഏത് ഹോസ്പിറ്റല്? വണ്ടി എന്താടാ പറ്റിയത്? റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പറ്റിയതാ. ആ ഓട്ടോ വന്ന സ്പീഡിൽ അടിച്ചിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോയനെ. ഈ നിൽക്കുന്ന പുള്ളിയാണ് കറക്റ്റ് സമയത്ത് എന്നെ രക്ഷിച്ചത്. ഞാനാ? ഇവനോ? ആ, താങ്ക് യു. എന്താ നിന്റെ പേര്? മാത്യു. മാത്യുവിനെ ഇവനെപ്പോഴാണ് ജനിച്ചതെന്ന്? എൻ്റെ ഏട്ടന് മോനുണ്ടായപ്പോഴാണ് ഞങ്ങളുടെ അപ്പൻ ഇവൻ ജനിക്കുന്നത്. ഒരനിയനെ പോലല്ല, സ്വന്തം മോനെ പോലെ ഞാനിവനെ വളർത്തിയത്. അമ്മയും അച്ഛനില്ലാത്ത ഒരു കുറവും ഞാനിവന് വരുത്തിയിട്ടില്ല. ഡ്രസ്സിന് ഡ്രസ്സ്, ഫുഡിന് ഫുഡ്, പാട്ടിന് പാട്ട്. തുടങ്ങി പുരാണം. ഇപ്പോഴും എൻ്റെ പാട്ട് കേട്ട് ഉറങ്ങും. ചെറുപ്പം മുതലുള്ള ശീല. മോനെ, നിനക്ക് നല്ല വേദനയുണ്ടല്ലേ? വിഷമിക്കണ്ട, നീ ഉറങ്ങിക്കോ, ഞാൻ പാടാം. ഹരി മുരളി, ഹരി മുരളി. അനിയാ, ഞങ്ങളുടെ മാണിക്കുഞ്ഞിനെ അടിച്ച ഓട്ടോ നമ്പർ ഓർമ്മയുണ്ടോ? TN07 T5305. എടാ ഊക്കനെ വിളിയടാ. ഏതൂക്കൻ? നമ്മുടെ SI ഊക്കനെ. ആ എടാ, എന്റെ അനിയൻ ഒരു ഓട്ടോ അടിച്ചിട്ട് നിർത്താതെ പോയി. 1/2 മണിക്കൂറിനുള്ളിൽ ആ ഓട്ടോ ഡ്രൈവറും ഓണറും എന്റെ മുന്നിൽ ഉണ്ടാവണം. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവമാര് പറയും. ഓട്ടോ നമ്പർ വല്ല അറിയാവടാ? എത്ര? TN07 T5305. മാത്യു, നീ എന്താ ചെയ്യുന്നത്? ഞാനൊരു ജോലി അന്വേഷിച്ചിരിക്കുന്നത് സാർ. നീ ഏതുവരെ പഠിച്ചു? BE കമ്പ്യൂട്ടർ സയൻസ്. അത് ശരി. എന്നിട്ടെന്താ നമ്മുടെ കമ്പനി വരാത്തത്? സാറിൻ്റെ കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേര് സാർ, ഞാനിവിടെ വന്നിരുന്നു. ചോദിച്ച എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ട്. ആര് ചോദിച്ചു? ഞങ്ങളല്ല. മാത്യു, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. കമ്പ്യൂട്ടർ നിനക്ക് എന്തൊക്കെ അറിയാം? എനിക്ക് ബേസിക് COBOL, VB.NET, C++, ഫോട്ടോഷോപ്പ് ഇതൊക്കെ അറിയാം. CD റൈറ്റ് ചെയ്യോ? അറിയാം. DVDയും റൈറ്റ് ചെയ്യും. അപ്പം നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യും. ഞാൻ എൻ്റെ പെമ്പർ നോത്തിയോട് പറഞ്ഞേക്കാം. ഓ, താങ്ക് യു സാർ. സാർ, എനിക്കൊരു സഹായം ചെയ്യാവോ? എന്ത്? பேஷண்ட் சொன்னு சொல்லி யாராவது இருக்கீங்களா? ഗേൾ വോയിസ്.
அண்ணன் இருக்க. ஓ எங்க? நான் தான். ஓகே, உங்களை டாக்டர் கூப்பிடுறாங்க. நான் வரேன் சொல்லு. சொல்கிறேன். ജാട കാണിച്ച പെണ്ണും പോയി. മാത്യു, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. சார் அந்த ஆட்டோ நம்பரை ஆர்டிஓ ஆஃபீஸில் போய் விசாரிச்சிட்டேன் சார். ஆட்டோ டிரைவர் எனக்கு தெரிஞ்சவன் தான். என் வீட்டு பக்கத்தில் தான் சார் இருக்கான். அப்படியா? வண்டியில சார் இது அங்கே வச்சு. ஓகே. സമയത്തരേ 5 മണി പറയും. കറക്റ്റ് സമയം 4:58. சாயந்தரம் 5 மணி வரைக்கும் தான் அவனுக்கு டயம். வட்டியும் அசல் வரணும். 5 மணிக்குள்ள കാശ് അണ്ണൻ കിட்ட പോട്ടെ. വട്ടരാജ് എങ്ങനത്താളാണ് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വട്ടരാജിക്കുള്ള കാശ് നീ കൊടുത്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വന്നോ. 50,000 രൂപ അർജന്റായിട്ട് വേണം. വട്ടിരാജാ സാർ. എന്താടോ ഇത്? ഓണർ തട്ടിപ്പോയി. ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ചത്തോ? കൊല്ലാന്ന് വിചാരിച്ചത്. ஏய் தொடங்க. ஒழுகுது. ஆமா, நீங்க எப்படா கல்யாணம் பண்ண போறீங்க? உங்ககிட்ட வாங்க காசை கொடுத்துட்டு கல்யாணம் பண்ணிக்கிறேண்ணே. ஆமாண்ணே. வெற்றி, மாணிக், மேத்யூ, புஷ்கர். அடுத்த வேண்டா லைட் ஹவுஸ்ண்ணே. இது பார், இனிமேல் சில்லி அடிச்சுனதுக்கு ஏதோ ஒன்று லம்பாக பண்ணணும். பார்த்து சொல்லு. நானும் அதைத்தான் யோசிச்சுன்னுக்கிறேன். அதுக்கு ஒரு பிளான் வச்சுருக்கேன். ஹலோ லைட் ஹவுஸ். காசு ரெடி ஆகுதுண்ணே. உன் இடத்துக்கு வரட்டா? நீ வாண்ணே, நான் இங்கே தாங்கிறேன். வார வண்டி எடுறா. லைட் ஹவுஸ் எடுத்து போகணும். வேணாம், நான் எடுத்துக்கிறேன். பிளானை பக்கா முடிச்சுட்டு எல்லாம் எஸ் ஆகிடணும். சரிடா. வட்டிராஜா கார் வருது, பார்த்து போ. உன் நல்ல நேரம் லைட் ஹவுஸ். கண்ணில் காசை காட்டினேன். என்னை பற்றி உனக்கு நல்லா தெரியுங்களா லைட் ஹவுஸ்? இதே மாதிரி அடுத்த மாதம் வட்டிட்டான்னு வரணும். என்ன? சரிண்ணே, பார்த்து கொடுத்துறேன். அண்ணா கார்ண்ணே, போண்ணே காரு. நல்லா கேட்டுக்கோங்க. நான் வட்டிராஜா கையில் பணத்தை கொடுப்பேன். காரை தூக்குவான். வட்டிராஜா திரும்பி பார்ப்பான். அவன் திரும்பி பார்க்குற கேப்பில் அவன் கையில் இருக்க பணத்தை நீ அடிக்கணும். என்ன புரிஞ்சுதா? நான் புரிஞ்சுது. நான் கார் அடிப்பேன், இவன் காசு அடிச்சிடுவான், அதானே? அப்போ நீ என்ன பண்ணுவ?
என்னடா இரா டே சாம்பார் நான் சொல்கிறத நல்லா கேளு. நான் காளான் இரா நான் லைட் ஹவுஸு காளான் வட்டி ராஜா கையில் நான் பணத்தை கொடுப்பேன். காளான் காரை தூக்குவான். வட்டி ராஜா திரும்பி பார்ப்பான். அவன் திரும்பி பார்க்குற டைமில் நீ அவன் கையில் இருக்க பணத்தை அடிக்கணும். புரிஞ்சுதா? ஆமாம், நீ எதுக்கு காசு கொடுக்குற அவனுக்கு? ஓ, வட்டி ராஜாவுக்கு உங்களுக்கு தெரியும், எனக்கு தெரியாது அதானே? நாம் கொடுத்த காசு நம்ம கையிலே வரப்போகுது. ஆனால் ஃபெர்னாண்டஸு டைமிங் கொஞ்சம் மிஸ் ஆனாலும் நான் எஸ்கேப் ஆகிடுவேன். நீ மாட்டிப்ப. மாட்டினா நீ செத்த. புரியுதுல்ல? பார்த்து போங்கடா. അവന്റെ സമയം മധ്യമത്തിലൈടി സംഗതി കലങ്ങിപ്പോയി. തള്ളുക തള്ളുക തള്ളുക. സോറി, ഹീസ് നോ മോർ. മോരും തൈരും ഒന്നും കുടിച്ചല്ല, ഞാൻ തന്നെ തട്ടിക്കളഞ്ഞത്. അല്ല, ഈ മോർച്ചറിയുടെ മുന്നിൽ ഒന്ന് പൾസ് നോക്കുന്നു. മോർച്ചറിയാ? നീയൊക്കെ ഒറിജിനൽ ഡോക്ടറാടാ. തലയാ. സോറി പ്ലീസ്. എന്തോ ഇത് ആസ്കിഡന്റെ കേസാന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്ക്. ആക്സിഡന്റ് അല്ലേ? വട്ടിരാജയെ തട്ടിയത് നമ്മളാണ്. മനസ്സിലായോ? സർ, ഞാനെന്നാ അങ്ങോട്ട്
മാത്യു എന്തോ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി അതിൻ്റെ ആവശ്യം ഇല്ല സാർ. അപ്പം നാളെ രാവിലെ തന്നെ നീ ഓഫീസിലേക്ക് വാ.